ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കാം. അതിന് നമ്മൾ എടുത്തിട്ടുള്ളത് ചേന, മത്തങ്ങ, പടവലങ്ങ, കുമ്പളങ്ങ, ഏത്തയ്ക്ക ഇത്രയും പച്ചക്കറികളാണ് എടുത്തത്. ഇതിൻ്റെ കൂടെ 8 മണിക്കൂർ കുതിർത്ത വെള്ളക്കടല അരക്കപ്പ് എടുത്തിട്ടുണ്ട്. കുതിർത്ത കടല 1/2 ടീസ്പൂൺ ഉപ്പിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കണം. ആദ്യത്തെ വിസിൽ വന്നു കഴിയുമ്പോൾ തീ കുറച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കണം. പച്ചക്കറികൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അതെല്ലാം ഓരോ കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. ഒരു ചട്ടിയിൽ കഷ്ണങ്ങളെല്ലാം ഇടാം. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 കപ്പ് വെള്ളവും ചേർത്ത് വേവിക്കാം. മൂടി വെച്ച് തിളയ്ക്കുമ്പോൾ തീ കുറച്ച് വെക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. കഷ്ണങ്ങൾ വേകുമ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്നിടാം. ഉഴുന്ന് ചുവക്കുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് ഇളക്കാം. ജീരകം പൊട്ടുമ്പോൾ 2 കപ്പ് തേങ്ങ ചിരകിയതിട്ട് ഇളക്കി വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കഷ്ണങ്ങൾ ഇപ്പോൾ വേവായിട്ടുണ്ട്. ഇതിലൊരു ചെറിയ കഷ്ണം ശർക്കര പൊടിച്ചത് ചേർത്ത് ഇളക്കാം. തേങ്ങ ചുവക്കുമ്പോൾ 3 വറ്റൽമുളക് മുറിച്ചതിടാം. വറുത്ത തേങ്ങയിൽ നിന്ന് ഒരു 1/3 എടുത്ത് അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. ബാക്കിയുള്ള തേങ്ങാക്കൂട്ടിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അതും മറ്റൊരു പാത്രത്തിൽ കോരിയെടുക്കാം. വേവിച്ച് വെച്ച കടലയും അരച്ച തേങ്ങാക്കൂട്ടും കറിയിൽ ചേർത്ത് ഇളക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ഇതിൽ നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് ഇളക്കി വാങ്ങാം. കുറിയ പാകത്തിലാണ് വേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.